പോലീസിൽ നിന്നും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഔദ്യോഗികമായ രേഖകൾ ചോരുന്നതായാണ് കണ്ടെത്തൽ. ഭീകരബന്ധം സംശയിക്കുന്ന സംഘടനകൾക്ക് വരെ വിവരങ്ങൾ ചോരുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. വിവിഐപികളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ആർ രാജീവ് തിരുവനന്തപുരത്ത് നിന്നും തുടരുകയാണ്. രാജീവ്, ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ കേരള പോലീസിന് മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ VVIP മൂവ്മെന്റുകൾക്കകത്ത് പാകപ്പിഴകൾ ഉണ്ടാകുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് തുടർക്കഥയാകുമ്പോഴും ഇപ്പോൾ സുഭാഷ് ബാബു റിട്ടയർഡ് DYSP ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഈ കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ആരോപണം, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വളരെ സുപ്രധാനമായിട്ടുള്ള പല രേഖകൾ ചോർന്നു പോകുന്നു. അത് ഭീകര സ്വഭാവമുള്ള സംഘടനകളിലേക്ക്, പ്രത്യേകിച്ച് SDPI, പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പോലെയുള്ള രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളിലേക്ക് വരെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ ചോരുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? അല്ല, അതില് നമുക്ക് അതിശയമൊന്നുമില്ല. കാരണം നേരത്തെ തന്നെ വയർലെസ് സംവിധാനമുള്ള കാലത്ത് പോലും ഈ ഇങ്ങനെയുള്ള ലീക്കേജ് ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതിന് താല്പര്യ കക്ഷികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര്, വളരെ സീനിയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാര് തന്നെ ഒരുപാട് വിവരങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്കും, അതായത് 30 വർഷത്തിന് മുമ്പ് തന്നെ, 35 വർഷം മുമ്പ് മുതലേ ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ പിന്നെ ആധുനിക യുഗത്തിലാണ്. ഇതിപ്പോ ഇലക്ട്രോണിക് യുഗമായി, മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ വന്നതോടുകൂടിയിട്ട് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. പോലീസിൽ തന്നെ വാട്സപ്പ് വിവിധ ജില്ലകളിലുണ്ട്. അതിൽ തന്നെ പോലീസ് സ്റ്റേഷൻ ലെവലിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഗ്രൂപ്പുണ്ട്. ഇതിലൊക്കെ എവിടെ നിന്നെങ്കിലും പോലീസിന്റെ ഇൻഫർമേഷന് പൂർണ്ണമായിട്ടും രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. കാരണം എന്തായാലും പുറത്ത് വിവരം അറിയിക്കാതെ പോലീസിന് പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് അറിയിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ DYSP ലെവലിലെത്തും, അല്ലെങ്കിൽ CA ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒക്കെ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാര് എല്ലാ ശ്രേണികളിലും ഉണ്ട്. ആ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥന്മാര് അത് വളരെ നിസ്സാരമായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പം ശരിക്കും വേണ്ട എന്താന്ന് പറഞ്ഞാൽ എല്ലാ ഫോണുകളും വളരെ ഗൗരവതരമായിട്ടുള്ള, ഇപ്പം 60,000 ഫോൺ പോലീസിലുണ്ടെങ്കിൽ 60,000 ഫോണും നമ്മൾ മോണിറ്റർ ചെയ്യുന്ന മാതിരി ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ മാത്രമേ ഇത് തടയാൻ പറ്റൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ തന്നെ അവരുടെ ഒഫീഷ്യൽ ഫോൺ അല്ലാണ്ട് മറ്റാരുടെയെങ്കിലും ഫോൺ ഉപയോഗിച്ചും ഒക്കെ ചെയ്യാം. എന്നാൽ തടയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് പുറത്താക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പോലീസിനെ സംബന്ധിച്ച് പോലീസിന് ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മളറിയാം, പോലീസിന്റെ ഏത് കാര്യമായാലും ശരി നേരത്തെ പുറത്തറിയുന്നുണ്ട്. പോലീസ് ആക്ഷന് വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട കക്ഷികൾ അറിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ശക്തമായ രീതിയിൽ നല്ല കൂടുതൽ സംവിധാനത്തോട്, പ്രകാശി സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇപ്പം NIA-യും CBI ഒക്കെ, റോയും ഒക്കെ, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആധുനിക സംവിധാനം അതിലൊക്കെ എടുത്തിട്ട് വളരെ ശക്തമായിട്ട് ഇത് നിയന്ത്രിക്കണമെന്ന് പോലീസ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേ രീതിയിലൊന്നും ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്തായാലും അത് അപകടകരമായ അവസ്ഥയാണ് എത്തി നിൽക്കുന്നത്. അത് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോകാതെയെങ്കിലും തടയിടാൻ പോലീസ് അതിനൊരു ശക്തമായ സംരംഭം സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സുഭാഷ് ബാബു, ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെയാണ് സംസ്ഥാന പോലീസ് സംവിധാനങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് നൽകിയത്. കാരണം VVIP മൂവ്മെന്റുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ചോരുന്നുവെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. അതേ തുടർന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ഈ മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ രേഖകൾ ചോരുന്നുവെന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒന്നുമില്ല. കാരണം ആ സമയത്തെങ്കിലും ഇത് നോക്കിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഇന്നത്തെ സംവിധാനത്തിന് അതിന് ഉള്ള പ്രാപ്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചുകൂടി ശക്തമായ രീതിയിൽ ഒരു സംവിധാനങ്ങൾ അല്ലെ സ്ക്രീനിങ് സംവിധാനങ്ങളിലേക്ക് വരണം. അത് നമുക്ക് സെൻട്രൽ ഏജൻസികൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കും, അതുപോലെ തന്നെ തീവ്രവാദ സ്വഭാവത്തിലുള്ള കൊടുക്കും, അങ്ങനെ പല മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ ഇതിനകത്ത് പിൽഫറേജ് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് രാജ്യസ്നേഹമുള്ള ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്നേഹമുള്ള ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ അടിമത്തോ അല്ലെങ്കിൽ മതാടിമത്തോ
അല്ലെങ്കിൽ കൂലിക്ക് പണിയെടുക്കുന്ന അധമാ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിഞ്ഞ് കുറെ എണ്ണത്തിനെ പറഞ്ഞയക്കാനേ പറ്റുള്ളൂ. എന്നാലും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ ശക്തമായ ഒരു നടപടി ഈ രീതിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് ഒരു വലിയ പ്രശ്നം, അതായത് പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകും. അത് VIP ആയാലും ശരി, മറ്റ് സംവിധാനങ്ങളിലുള്ള നമ്മുടെ സീക്രട്ട് ആക്ഷൻസ് ഒക്കെ പുറത്തു പോകാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ചുള്ള SDPIക്കാരെ പണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും പിന്നെ പല ആളുകളെ ഇപ്പൊ റെയ്ഡ് ചെയ്ത് മാറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് അവർക്ക് മാത്രമേ ഇപ്പൊ ഇത് ഫലപ്രദമായിട്ട് സാധിച്ചിട്ടുള്ളൂ. മറ്റേ ഒരു ഏജൻസിക്ക് ഇതുവരെ സാധിച്ചു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് സാധിച്ചു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ എന്തായാലും ശക്തമായ ഒരു സംവിധാനം ഇതിന് വേണ്ടിയിട്ട്, ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകണം, സ്ക്രീനിങ് സംവിധാനം ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റിട്ടയർഡ് DYSP സുഭാഷ് ബാബുവാണ് ഈ രേഖകൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട ജനം TV വാർത്തയോട് പ്രതികരിച്ചത്. വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും ഇത് തടയാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.